കേരളത്തെ നമുക്ക് വേണമെങ്കിൽ 3 മേഖലയായി തിരിക്കാം. മധ്യമേഖല, തെക്കൻ മേഖല, വടക്കൻ മേഖല. വടക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായ വോട്ടുകളുള്ള പ്രദേശമാണ്. കണ്ണൂർ എടുത്തു കഴിഞ്ഞാൽ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എടുത്താൽ CPM-ന് പരമ്പരാഗതമായ വോട്ടുകളും അവരുടെ കോട്ടകളുമുണ്ട്. അത് മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ ലീഗിൻ്റെ കോട്ടയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒക്കെയാണ് പലപ്പോഴും, ആലപ്പുഴയൊക്കെയാണ് പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ആര് ഭരിക്കണമെന്ന് കേരളത്തിൽ ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മധ്യ കേരളം എന്ന് പറയുന്ന പത്തനംതിട്ടയുടെ കുറേ ഭാഗങ്ങൾ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ അടങ്ങുന്ന പാലക്കാടിൻ്റെ കുറച്ച് ഭാഗം അടങ്ങുന്ന ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഒരു മധ്യ കേരള ബെൽറ്റ് ഇപ്രാവശ്യം NDA വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവർ ഇന്ന് കിരൺ റിജ്ജു വന്നിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വെച്ചിട്ട് ക്രിസ്ത്യാനികളെ അവർ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നു. മുനമ്പം സംഭവവുമായി ബന്ധപ്പെടുത്തി കുറേ ആളുകളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അതിലുപരിയായിട്ട് അതിനേക്കാളൊക്കെ വളരെ പ്രധാനമാണ് ശബരിമല മധ്യ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശബരിമല ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമായി. എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ 2020 ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ 2020യുടെ ഇമേജും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേർതിരിവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്ന ചർച്ചയും, മുനമ്പത്തിൻ്റെ വിഷയങ്ങളും, അതുപോലെ തന്നെ ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള PC ജോർജ്, ഷോൺ ജോർജ് എന്ന് പറയുന്ന 2 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ, ഇങ്ങനെ മധ്യ കേരളത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളുടെ ഫലമായി NDA ചിലപ്പോൾ പല ഡിസൈഡിങ് ഫാക്ടറായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 10-30 സീറ്റുകളിൽ അവർ വിജയസാധ്യത കാണുമ്പോൾ തന്നെ ബാക്കി 110 സീറ്റുകളിൽ വളരെ നിർണായകമായ രീതിയിൽ അവർ സ്വാധീനിക്കപ്പെടും. അത് UDF വരണമോ LDF വരണമോ എന്ന് തീരുമാനിക്കുന്നിടത്ത് BJP തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു തർക്കവും വേണ്ട. വലിയ തോതിലാണ് BJPയിലേക്ക് ദിവസം പ്രതി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ജില്ല എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ വളരെ പ്രമുഖയായ നേതാവാണ് രശ്മി. അവർ BJP ചേർന്നു. അവിടെ ചിലപ്പോൾ കാൻഡിഡേറ്റ് ആയിരിക്കും. വളരെ പ്രമുഖനായ നേതാവാണ് രാജേന്ദ്രൻ. അദ്ദേഹം മൂന്നാറിൽ ചിലപ്പോൾ ദേവികുളത്ത് മത്സരിക്കുമായിരിക്കും. അദ്ദേഹം BJP ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലമെടുത്താലും വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള ഇത് രാഷ്ട്രീയ മുഖ്യരാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പൗരമുഖ്യർ, ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ള ധാരാളം പേരെ BJP കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചലനവും BDJs ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു കാര്യവും, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റിനോട് കൂടി BJPകൾക്ക് മാത്രമല്ല NSSനും അതുപോലെ തന്നെ SNDPക്കുമൊക്കെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ ഒരു ചെറിയ പ്രതിഷേധമുണ്ട്. കാരണം തന്ത്രി തെറ്റ് ചെയ്യാതെ 45 ദിവസം അകത്തിട്ടു. അത് തന്ത്രിയെ വെച്ച് രാഷ്ട്രീയം കളിച്ചതാണ് ഇടതുപക്ഷം എന്നൊരു തോന്നൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഹിന്ദുക്കളുടെ വികാരവും, അപ്പുറത്ത് ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ചർച്ചയും, PC ജോർജ്, ഷോൺ ജോർജ് എഫക്റ്റും, 2020യുടെ എഫക്റ്റും, ഇതെല്ലാം കൂടി മധ്യ കേരളത്തെ ഒരു ബ്ലോക്കായി നിർത്തിക്കൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് BJP ചെയ്യുന്നത്, NDA ചെയ്യുന്നത്. ആ ക്യാമ്പിൽ അങ്ങനെ അവർ ചെയ്യുന്നതിൽ വലിയ ആശങ്കയാണ് LDFനും UDFനും ഉള്ളത്. കാരണം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, പഴയ കാലത്താണെങ്കിൽ LDFൻ്റെ വോട്ട് LDF പിടിക്കും, CPMൻ്റെ വോട്ടൊന്നും ആർക്കും പോവുകയില്ല, അവർ തന്നെ പിടിക്കും. CPIയുടെ വോട്ട് CPI പിടിക്കും, ഇപ്പുറത്തെ വോട്ടുകൾ ഇപ്പുറത്തെ പിടിക്കും. അങ്ങനെ ഉള്ള കാലം മാറി. ആർക്കും വോട്ട് ചെയ്യുന്ന രീതിയിലാണ്, എവിടെ വേണോ ആര് വേണോ ജയിക്കാവുന്നതാണ്. ഒരു വിഭാഗം വിചാരിച്ചാൽ അടുത്ത വിഭാഗത്തിനെ വലിച്ച് താഴെയിട്ട് തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ BJPയെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു തമാശ, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ, അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് തോൽപ്പിക്കാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 30,000, 40,000, 50,000 വോട്ട് പിടിച്ച് മാറ്റിയാൽ സ്വാഭാവികമായിട്ട് അവർ പിടിക്കുന്ന വോട്ടിനനുസരിച്ചായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇപ്രാവശ്യം BJP തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ജില്ലകളിലും, കൊല്ലം ജില്ലയടക്കമുള്ള തെക്കൻ ജില്ലകളിലും, ഞാനീ പറഞ്ഞ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന പഴയ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന മധ്യ കേരളത്തിൽ, അതായത് നടുക്ക് ഭാഗത്തുള്ള തൃശ്ശൂർ മുതൽ എറണാകുളം, പാലക്കാടിൻ്റെ കുറച്ച് ഭാഗം, അത് കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കിയുടെ കുറച്ച് ഭാഗം, അത് കഴിഞ്ഞാൽ പത്തനംതിട്ട, ഈ ഭാഗമൊക്കെ വരുന്ന ജില്ലകൾ, വളരെ വലിയ ഒരു 4-5 ജില്ലകൾ വലിയ തോതിലാണ് BJP വലിയ അത്ഭുത സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകുന്നത്. തീർച്ചയായും അത് അതിനിർണായകമായ വോട്ടുകളുടെ ഒരു പരമ്പര തന്നെ അവിടെ ഉണ്ടാകും. ആർക്കാണ് അത്? UDFനാണോ ഗുണം ചെയ്യുക, LDFനാണോ, അതോ NDAക്ക് കാൻഡിഡേറ്റ്സിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. കാരണം 2020യെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. 2020ക്ക് അല്ലെങ്കിൽ തന്നെയും വലിയൊരു വിജയസാധ്യതയുള്ള മണ്ണാണ് കുന്നത്തനാടും, പിന്നെ എറണാകുളത്തിൻ്റെ കുറച്ച് പ്രദേശങ്ങളും, കളമശ്ശേരി, കുന്നത്തനാടെന്നൊക്കെ പറയുന്ന, അവർ കിഴക്കമ്പലം പ്രദേശമൊക്കെ ഉൾക്കൊള്ളുന്ന, ഐക്കര പഞ്ചായത്തൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം 2020ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മുന്നേറ്റം ഇപ്പോൾ അഖിൽ മാരാറിനെ പോലുള്ള ആളുകൾ വരുന്നു.
അദ്ദേഹം എന്തായാലും സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് യൂത്തിനൊന്നും അഖിൽമാരാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളെ, കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകളെയൊക്കെ 2020 മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അതും വെറുതെ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുപോലെ ഫാർമേഴ്സ് പാർട്ടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു ദേശീയ കർഷകരുടെ പാർട്ടി കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട്. അവർക്ക് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. റബ്ബർ കർഷകരുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഈ സ്വാധീനം NDA എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് അറിയില്ല. അത് NDA സൈലൻ്റ് ആക്കി എടുക്കുമോ, അതോ അതിനെ വയലൻ്റാക്കി അവരുടെ വോട്ടാക്കി മാറ്റുമോ, അതോ ആർക്കെങ്കിലും കച്ചവടം ചെയ്യുമോ, ആർക്കെങ്കിലും കൊടുക്കുമോ, പലതും നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും രണ്ടല്ല എന്ന് പറയുന്ന സമവാക്യത്തിലാണ് രാഷ്ട്രീയം നിൽക്കുന്നത്. എന്തും നടക്കാവുന്ന ഇടമാണ് രാഷ്ട്രീയം. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും BJP വിചാരിച്ചാൽ കഴിയുന്ന പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 100 സീറ്റിൽ UDF വരുമെന്ന് പറഞ്ഞിടത്തുനിന്ന് സതീശൻ പോലും താഴേക്ക് വന്നിട്ടുണ്ട്. 80 സീറ്റിനകത്തൊക്കെ കിട്ടിയാൽ അത്ഭുതം എന്ന് പറയുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും LDF പറയുന്നത് 4-5 സീറ്റെങ്കിലും അപ്പർ ഹാൻഡ് നേടി 75 സീറ്റെങ്കിലും നേടി LDF വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ LDFും 80 സീറ്റ് മുതൽ 100 സീറ്റ് വരെ വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ UDF നിൽക്കുമ്പോൾ BJP അതിനിർണായകമായ ഒരു ശക്തിയായിട്ട് മാറുകയാണ്. കാൻഡിഡേറ്റ്ഷിപ്പിനെ കൊണ്ടും, അതായത് സ്ഥാനാർത്ഥി നിർണയം കൊണ്ടും, ജേക്കബ് തോമസിനെ പോലെയുള്ള ആളുകൾ, രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, PC ജോർജ്, ഷോൺ ജോർജ്, ഇങ്ങനെ വളരെ പ്രമുഖ AN രാധാകൃഷ്ണൻ തുടങ്ങിയ വളരെ പ്രമുഖരായിട്ടുള്ള ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ട് തന്നെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് BJP അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും അത് വലിയ കാര്യമായിരിക്കും. അതിനകത്ത് മറ്റ് അത്ഭുതങ്ങൾ കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തെ 3 ഭാഗങ്ങളായി തിരിച്ച് അതിലൊരു 8-10 മണ്ഡലങ്ങൾ മധ്യ തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തെ തൃശ്ശൂർ, ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. BJP ജയിച്ചാലും അത്ഭുതമില്ലാത്ത സ്ഥലമാണ്. പാലക്കാടിനെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പൂഞ്ഞാറും പാലായും, അങ്ങനെ തുടങ്ങി കോട്ടയം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയും നിരവധി മണ്ഡലങ്ങൾ അനിശ്ചിതത്വത്തിലേക്ക് പോക്കുവാൻ, അല്ലെങ്കിൽ അവിടെ ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുവാൻ, അതിനേക്കാൾ പ്രധാനം ആരെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കുവാൻ വളരെ കൃത്യമായി BJPക്കും NDAക്ക് കഴിയും എന്നുള്ളതാണ് പുതിയ കേരളത്തിൻ്റെ മധ്യമേഖലാ രാഷ്ട്രീയം.